ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിനിയേച്ചർ ബ്ലൈൻഡ് ബാഗ് ആണ് കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട്. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പർപ്പിൾ കളറിലുള്ള ഒരു ബ്ലൈൻഡ് ബാഗാണ്. ഒരു ബണ്ണി തീമിലാണ് കേട്ടോ. എൻ്റെ കയ്യിലൊരു പർപ്പിൾ ഫയലുണ്ട്. അതിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പർപ്പിൾ കളർ A4 പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കളർ പേപ്പർ ഇല്ലെങ്കിൽ A4 പേപ്പർ എടുത്താലും മതി. ഓക്കെ, ആദ്യം തന്നെ ഈ കളർ പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം നമുക്ക് ഇതുമ്മേ പടം വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കളർ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് പേപ്പറിൽ പിക്ചർ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു ബണ്ണിയുടെ പിക്ചർ ആ ഫയലും ഉണ്ടായതാണ് കേട്ടോ വരയ്ക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ബണ്ണീനെ വരയ്ക്കുക, എന്നിട്ട് അതിന് കളർ കൊടുക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. ബണ്ണിയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു കളറാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ തലയിലൊരു കുഞ്ഞൊരു തൊപ്പിയുണ്ട്, അതിനും ആ സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കയ്യിലിരിക്കുന്നത് ഒരു സ്ട്രോബെറി ആണ് കേട്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സ്ട്രോബെറി, റെഡ് കളറിലാണ് ആ സ്ട്രോബെറി കേട്ടോ. അതിനുശേഷം മേത്തുള്ള കുറച്ച് ബോൺസൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. പിന്നെ ബണ്ണിയുടെ തൊട്ട് മുകളിൽ തന്നെ ആയിട്ട് കുറച്ച് പേരുകളൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പോൾ ബ്ലൈൻഡ് ബാഗ് എന്നൊക്കെ അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആർച്ച് കുറച്ചെണ്ണം വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതാം. ബ്ലൈൻഡ് ബാഗിൽ നിന്ന് എഴുതിയിട്ട് അതിനൊന്ന് ബോൾഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡാർക്ക് പിങ്ക് കളർ കൊണ്ട് സൈഡിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ ഹാർട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ലവ്ലിന്നും കൂടി എഴുതി കൊടുക്കുക. അപ്പോൾ കാണാൻ ഒരു അടിപൊളി ആസ്തറ്റിക് ലുക്കായി കിട്ടും. അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ പിക്ചർ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അതിനുശേഷം നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഈ ഒരു പിക്ചറിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. കാരണം ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫയലിൽ കാണുന്ന പോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കത് വെട്ടിക്കൊടുക്കാം. വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെട്ടുക. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അമ്മമാരുടെ സഹായം ചോദിക്കാം കേട്ടോ. ഇനി നമുക്കൊരു കളർ പേപ്പർ, നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഒരു കളർ പേപ്പറിൻ്റെ 3 സൈഡിലായിട്ട് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പിക്ചർ ഈ കളർ പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒട്ടിക്കരുത് കേട്ടോ. നമുക്ക് അതിൻ്റെ സാധനങ്ങൾ വെക്കണമെങ്കിൽ ഒരു സൈഡ് ഒട്ടിക്കാണ്ടിരിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല, അത് കാരണമാണ്. പിന്നെ നമുക്ക് ഏത് തീം വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ സ്പൈഡർമാൻ, സൂപ്പർമാൻ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻസസ്, പെപ്പ പിഗ്, അങ്ങനെ ഇഷ്ടമുള്ള തീമിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തീം ചെയ്യണമെന്നില്ല, വെറുതെ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതി നമുക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കാം. അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാം. ഓക്കെ, ഇതൊരു നല്ലൊരു ഗിഫ്റ്റായിട്ട് വരെ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അനിയത്തിക്കോ അനിയനോ ഇപ്പോൾ ചേട്ടനോ ചേച്ചിക്കൊക്കെ നമുക്കൊരു ഗിഫ്റ്റായിട്ട് ഇടയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള സർപ്രൈസസ് വേണ്ടേ. അതിന് വേണ്ടി ഞാൻ ഈ ഫയലിൽ കാണുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് ഫയലിന്മേൽ. അപ്പോൾ അത് ഞാൻ ഒരു പേപ്പറിലേക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പിക്ചർ വരച്ചിട്ട് നമ്മൾ ഒരു പേപ്പർ വെച്ച് അതിൻ്റെ പിന്നിൽ വെക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കളർ അടിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന കളർ തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ സ്ട്രോബെറി, ഒരു ബോ, പിന്നെ ഒരു ലവ്, പിന്നെ ഒരു ആപ്പിൾ, അത് കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ചിട്ട് ഇത് രണ്ടും ഒരുമിച്ച് വെട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അതിൻ്റെ കളർ അടിച്ചതിന് ശേഷം നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കൂടെ. അപ്പം അതൊരു വാട്ടർ പ്രൂഫ് ആക്കാനല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒറിജിനൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ടേപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വെട്ടിക്കൊടുക്കാം. അടിയിലൊരു പേപ്പറും കൂടി വെച്ചിട്ട് വേണം വെട്ടാൻ, ഇല്ലെങ്കിൽ നമുക്കത് സ്കൂഷി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ വെച്ചപ്പോൾ കണ്ടില്ലേ, രണ്ട് പീസ് ലവ് ഉള്ള പോലെ, അതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും ഇപ്പം അങ്ങനെ 2 പീസ് വെച്ച് വേണം. അതിനുശേഷം നമുക്ക് പഞ്ഞി അല്ലെങ്കിൽ പേപ്പർ പീസസ്, അല്ലെങ്കിൽ തുണിയുടെ വേസ്റ്റ് ആയിട്ടുള്ള പീസസ്, ഓക്കെ, അങ്ങനെയുള്ള പീസസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലവ് ആണ് എടുക്കുന്നത്, അതിൻ്റെ ഒരു സൈഡിൽ ടേപ്പ് ഒട്ടിക്കുക, മറ്റേ സൈഡിൽ കൂടെ പഞ്ഞി അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ തുണി, നമുക്ക് ഏതിലും വയ്ക്കാം. പഞ്ഞിയാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഇല്ലാത്തവർക്ക് ഇപ്പോൾ പേപ്പറൊക്കെ ആയാലും മതി, വേസ്റ്റ് പേപ്പേഴ്സ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് പേപ്പറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പഞ്ഞി ഞാൻ വെക്കുന്നില്ല, പഞ്ഞി ഇവിടെ ഇല്ല, അപ്പോൾ അത് കാരണം പേപ്പറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെ ഉള്ളിൽ പേപ്പർ വയ്ക്കാം.
അതിനുശേഷം നമുക്ക് ടേപ്പ് വെച്ച് ഒന്ന് സെക്ലൂഡ് ചെയ്ത് കൊടുക്കാം, അതിനുള്ളിൽ പുറത്തേക്ക് പോകാത്ത രീതിക്ക്. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെക്ക് ലിസ്റ്റാണ്. നമുക്കിപ്പോൾ ഏതൊക്കെ സാധ്യതകളാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം നമ്മൾ എന്താ പറയുക, വലിയ സമ്മാനങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, കിൻഡർ ജോയ് അതുപോലത്തെ ഒക്കെ ടോയ്സ് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ 3 തരം ഭാവിയുണ്ട്, അതിലിപ്പോൾ ഏതാണ് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ടിക്കിടുന്നത്. അതുപോലുള്ളൊരു പേപ്പർ നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബോർഡർ ഫസ്റ്റ് പർപ്പിൾ വെച്ച് വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സാധനങ്ങളുടെ കുറച്ചെണ്ണത്തിൻ്റെ പിക്ചേഴ്സ് നമ്മൾ വരച്ചു, എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് വരച്ചു. അതുപോലെ തന്നെ 2-3 എണ്ണത്തിൻ്റെ എക്സ്ട്രീം വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാം കിട്ടില്ലല്ലോ. ഇപ്പോൾ ബാർബി ഡോളിനെ മേടിക്കുമ്പോൾ 3 കളക്ഷൻസ് ഉള്ളൊരു സെറ്റായിരുന്നു, അതിലിപ്പോൾ നമുക്ക് ഒരെണ്ണമല്ലേ കിട്ടുള്ളൂ. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 6 എണ്ണമാണ് വരച്ചിരിക്കുന്നത്. ഈ ചെക്ക് ലിസ്റ്റിൽ വരച്ചിരിക്കുന്നത് 6 എണ്ണമാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്യാം കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടുത്തത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു പാക്കറ്റുകൾ ഉണ്ടാക്കണം, നമ്മുടെ ഈ സർപ്രൈസസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിനെ ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പകുതി മടക്കാം ഇതിൻ്റെ. ഓക്കെ, അതിനുശേഷം വെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സർപ്രൈസസിൻ്റെ അളവിൽ തന്നെ നമുക്ക് പാക്കറ്റുകൾ വെട്ടിക്കൊടുക്കാം. അപ്പോൾ ചെറുതുണ്ടാവും, വലുതുണ്ടാവും, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ വേണം നിങ്ങൾ വെട്ടാൻ. നിങ്ങളുടെ സർപ്രൈസസിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം പാക്കറ്റുകളുടെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ പാക്കറ്റ് ചെറുതായി പോയി സാധനം കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഓക്കെ, ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ ആദ്യം വെച്ച് നോക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അളവ് അനുസരിച്ച് വേണം വെട്ടാൻ. ഓക്കെ, അപ്പോൾ ഞാനത് വെട്ടിക്കൊടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ ഈ പാക്കറ്റ്സൊക്കെ ഇപ്പോൾ നമുക്ക് പല ഷേപ്പിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എന്താ പറയുക, ലവ് ഷേപ്പിൽ കൊടുക്കാം, സർക്കിളിൽ കൊടുക്കാം, അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ, റെക്റ്റാങ്കിൾ ആ 2 ഷേപ്പിലാണ് കൊടുക്കണത് കേട്ടോ. കാരണം എൻ്റെ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ചെറുതാണ്, കുറച്ച് സാധനങ്ങളൊക്കെ വലുതാണ്. അത് കാരണമാണ് സ്ക്വയറും റെക്റ്റാങ്കിളും കൂടിയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്വയർ തന്നെ അല്ലാതും ആക്കാം, പിന്നെ അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ അല്ലാതെ ആക്കാം, വട്ടം. അപ്പോൾ ഒത്തിരി കൂടി ഒരു അട്രാക്റ്റീവ് ആവും. ഞാനിവിടെ സിമ്പിളായിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിട്ട് എൻ്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. ഏതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവാമെന്ന് ഉള്ളതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് ബാഗെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കാം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വല്ല ഡെക്കറേഷൻ പോലെ വല്ലതും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിമേ എന്താ പറയുക, 2 സൈഡിൽ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് 3ാമത്തെ സൈഡിൽ കൂടെ നമ്മുടെ സംഭവം ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കണേ. നമുക്ക് എന്തായാലും അത് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഗിഫ്റ്റ് വെച്ച് കൊടുക്കാം. 3 സൈഡ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഗിഫ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ പരിപാടി എല്ലാം സിമ്പിളായിട്ട് നടന്നു കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ചെയ്തിട്ട് കമൻറ്റ് പറയട്ടെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എല്ലാ സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വല്ല സാധനങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിലെ കുഞ്ഞ് കീ ചെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, വല്ല പെൻസില് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയട്ടെ. നല്ല ഭംഗിയില്ലേ കാണാൻ, ക്യൂട്ടായിട്ടുള്ള ഒരു ബ്ലൈൻഡ് ബാഗാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ഗിഫ്റ്റൊക്കെ നിറച്ച് നമുക്കിപ്പോൾ ആർക്കാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ആൾക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കളിക്കാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാർക്കോ അനിയന്മാർക്കോ ചേട്ടനോ ചേച്ചിക്കൊക്കെ ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. വെറുതെ രസത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാം, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാം. അടുത്തൊരു ക്രാഫ്റ്റ് ഇതുപോലെ ചെയ്യുമ്പോൾ അതിനുള്ള ആരൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഫോട്ടോസ് ഞങ്ങൾ ഉൾപ്പെടുത്തും. നമ്മൾ നല്ല പ്ലാനറൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഫോട്ടോസ് അയച്ചു തരാം അതുപോലെ തന്നെ അയച്ചു തന്നാൽ മതി കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ പ്ലാനർ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.